കലത്തപ്പം ഇഷ്ടമാണോ എല്ലാവർക്കും? ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പം 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുക്കാത്ത അരിപ്പൊടിയാണ്. ഇത് നേരിട്ട് നമ്മൾ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഏലക്കേൻ്റെ പൊടി 1/2 ടീസ്പൂൺ, കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളം കൂടിയിട്ട് ഇതിൽ ചേർക്കുക. പിന്നെ ശർക്കര പാവ് കാച്ചാനായിട്ട് ഒരു 3 അച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് പാവ് കാച്ചി എടുത്തിട്ട് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ ഒരു അടി കട്ടിയുള്ള പാത്രമോ കുക്കർ എടുക്കുക. വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചതിന് ശേഷം കുഞ്ഞുള്ളിയും തേങ്ങാക്കൊത്തും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കണം. മാവിലോട്ട് ഒരു 1/4 ടീസ്പൂൺ സോഡയും കൂടെ ചേർക്കണം. പിന്നെ നമ്മുടെ കലക്കി വെച്ച മാവിൽ ശർക്കര പാനി ചൂടോട് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ കുക്കറിലോട്ട് മാവ് ഒഴിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. കുറച്ച് എള്ളും കൂടെ പാകി കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ നല്ലോണം തിളച്ച് വരുമ്പം കുക്കർ അടച്ച് വെക്കുക. വിസിലിടരുത്. പിന്നെ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം ഒരു 6 മിനിറ്റ് വെക്കുക. അത് ഞാൻ ദോശക്കല്ലിന്റെ മേളിലാണ് ഈ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുക്കർ നന്നായി തണുത്തതിന് ശേഷം ഇതുപോലെ എടുക്കാം. അടിഭാഗം ഒന്നും കരിയാതെ നല്ല അടിപൊളിയായിട്ടുള്ള കലത്തപ്പം കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.